നിർത്താൻ റോഡിൽ നിർത്തിയിടാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് പുതിയ പഴയ സ്റ്റാൻഡിനവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ ഒരു കാരണവശാലും സംഭവിക്കില്ല. അങ്ങനെ കണ്ടാൽ നടപടി സ്വീകരിക്കും. വണ്ടിയുടെ ഡ്രൈവർക്കെതിരെ കേസെടുക്കും, വണ്ടിക്കെതിരെ കേസെടുക്കും. പെർമിറ്റ് റദ്ദിയാൻ അപ്പം തന്നെ ഞാൻ റിപ്പോർട്ട് എഴുതി ഇപ്പം തന്നെ സസ്പെൻഡ് ചെയ്യും. ഇല്ല സാർ, ശരിയില്ലേ? ഞാൻ തന്നെ ഉറപ്പായിട്ടാണ് അറിയാം. നിങ്ങൾ കരുതുന്ന പോലെയല്ല. എല്ലാം സുതാര്യമായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ചിലപ്പോൾ തിരക്കിട്ട് വരുമ്പോഴായിരിക്കും റോഡ് ബ്ലോക്ക് ചെയ്ത് കിടക്കും. അവർ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കായിരിക്കും, ചിലപ്പോൾ ആംബുലൻസ് പോകുന്ന വഴിക്കായിരിക്കും, ചിലപ്പോൾ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കായിരിക്കും. ഈ സമയങ്ങളിലൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നത് പറഞ്ഞാൽ അരോചകമാണ്. പെട്ടെന്ന് അവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു പോലീസ് സംവിധാനത്തിനോട് കുറച്ച് ചെയ്യും. അവരെപ്പോഴത്തേക്കും ഒരു ട്രാഫിക് മാറ്റി വീണ്ടും പഴയ പോലെയാണ്. അവിടെയാണ് സമയം. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇനി ആരെങ്കിലും DYSP വിളിച്ചാലോ പുള്ളി വിളിച്ചിട്ട് നമ്മളെ ഷൗട്ട് ചെയ്യും, അതിൻ്റെ പിറ്റേ ദിവസം മെമ്മോയൊക്കെയും ചെയ്യും. നിങ്ങൾ കൃത്യമായി ഇടപെടുന്നില്ല, അതിന് കൃത്യമായ ആൻസർ കൊടുത്തില്ലെങ്കിൽ സാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യും. ഇനി SP അടുത്തേക്ക് എന്നാൽ അതിനേക്കാളും വലിയ സംഭവം. അപ്പോൾ അതുകൊണ്ട് റോഡിലുണ്ടാകുന്ന ട്രാഫിക് തടസ്സങ്ങളോ ആക്സിഡൻറ്റുകളോ നിങ്ങളുടെയോ നമ്മളുടെയോ അനാസ്ഥ മൂലം ഉണ്ടായാൽ നടപടികൾ ശക്തമായി നമ്മൾക്കെതിരെ വരും. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു, ഏതെങ്കിലും ഒരു തിക്കിലും തിരക്കിലും പെട്ടൊരു കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റി എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കുക, സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചെന്നിരിക്കുക, പെട്ടെന്ന് അതിൻ്റെ എൻക്വയറി വരും. എൻക്വയറി വരുമ്പോൾ നിങ്ങളവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഓൺ ദി സ്പോട്ടിൽ ഇവിടെ ആളുകളെയും സമൂഹത്തെയും അല്ലെങ്കിൽ അത് ഒരു നിയമവശമാണ്. നിങ്ങളതിനകത്ത് ഇടപെട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്നെ സസ്പെൻഡ് ചെയ്യും. യാതൊരു മാറ്റമില്ല. എനിക്കിത് കൃത്യമായിട്ട് അതുകൊണ്ടാണ് നിങ്ങളോട് വളരെ സഗൗരവം വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കാൻ തയ്യാറുള്ളത്. പക്ഷെ നിങ്ങൾ ഇവിടെ വെക്കുന്ന സജഷൻ അംഗീകരിച്ചു പോകണം, യാതൊരു മാറ്റവും. അത് പോലീസിൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് പുതിയൊരു എന്താണ് നമ്മുടെ സ്റ്റാൻഡ് പണിഞ്ഞിട്ടുണ്ട് ലക്ഷങ്ങൾ കൊണ്ട്. നിങ്ങളെല്ലാവരും അവിടേക്ക് വരിക, അവിടെ കേന്ദ്രീകരിച്ച ശേഷം തിരിച്ചു പോകും. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കുട്ടനാട്ടിലെ അമ്പലത്തിൻ്റെ സ്ഥലം കൂടെ തരാമെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ അവിടേക്ക് വന്ന് ഒരാഴ്ച ഫോളോ അപ്പ് ചെയ്താൽ ആളുകളെല്ലാം ഇങ്ങോട്ട് വരും, ഉറപ്പായിട്ട് വരും. അപ്പോൾ ആളുകളെല്ലാം ഇവിടെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികം അവിടെ കാര്യങ്ങൾ പ്രൈവറ്റ് ബസ് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ബസ് സ്റ്റാൻഡുകളും ഇച്ചിരി മാറി ടൗണിൽ നിന്ന് ഒതുങ്ങിയുള്ള സ്ഥലത്താണുള്ളത്. ഇവിടെയാണ് ഇങ്ങനെ നടുക്കുകൊണ്ട് വെച്ചിരിക്കുന്നത്. പോട്ടെ, അപ്പോൾ ആളുകൾ സ്വാഭാവികം ഇങ്ങോട്ട് വരും. ഇനി സാധനം മേടിക്കേണ്ടവർ എവിടെ വന്നാലും മേടിക്കുക, വ്യാപാരികളൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കടകളുള്ളവർ അവർ എത്തിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൃത്യമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ വണ്ടി എല്ലാം തന്നെ ആ സ്റ്റാൻഡിൽ വന്നിട്ട് തിരിച്ചു പോകണം. ഒരിടത്തും നിർത്താൻ റോഡിൽ നിർത്തിയിടാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് പുതിയ പഴയ സ്റ്റാൻഡിനവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ ഒരു കാരണവശാലും സംഭവിക്കില്ല. അങ്ങനെ കണ്ടാൽ നടപടി സ്വീകരിക്കും. വണ്ടിയുടെ ഡ്രൈവർക്കെതിരെ കേസെടുക്കും, വണ്ടിക്കെതിരെ കേസെടുക്കും. പെർമിറ്റ് റദ്ദിയാൻ അപ്പം തന്നെ ഞാൻ റിപ്പോർട്ട് എഴുതി ഇപ്പം തന്നെ സസ്പെൻഡ് ചെയ്യും. ഇല്ല സാർ, ശരിയില്ലേ? ഞാൻ തന്നെ ഉറപ്പായിട്ടാണ് അറിയാം. അപ്പോൾ അപ്പം തന്നെ ചെയ്തിരിക്കും. ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, സ്വാഭാവികം അങ്ങനെ സംഭവം. അപ്പോൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് ദയവീത് പോകരുത്. നമുക്ക് സുഗമമായി കാര്യങ്ങൾ എത്തിക്കാം. നിങ്ങളെ ഇപ്പോൾ വരെ ഈ മൊമെന്റ് വരെ ദ്രോഹിച്ചിട്ടില്ല. ഒരിക്കലും ഞാനൊരു 3 ലൈസൻസ് എടുത്തു. അപ്പോൾ ഈ ഗവൺമെൻറ് അലി അവിടെ വന്നിട്ട് പറഞ്ഞു സാർ അത് കാരണം തിരിച്ചു തന്നു. അത് ഒരു എൻ്റെ ഓണേഴ്സിൻ്റെ ഒരു നേതാവാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ കൊണ്ടു. എനിക്കാരെയും ദ്രോഹിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതേയാണ് വിഷയം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളോടൊന്നും സഹകരിച്ചതിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. ഇപ്പം വരെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് തയ്യാറല്ല. പക്ഷേ ഇതിന് ക്രമവിരുദ്ധമായി കാര്യങ്ങൾ നടന്നാൽ നടപടികളുണ്ടാകും, കേസുകൾ വരും. അതിനകത്ത് നിങ്ങളതിനകത്ത് ബുദ്ധിമുട്ടുന്നല്ല, ആ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറായിക്കണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത്തരം സാഹചര്യത്തിലേക്ക് പോകാതെ നിങ്ങൾ ഈ പുതിയ സ്റ്റാൻഡിൽ അവിടെ വന്ന് വണ്ടി തിരിച്ച് അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം പോവുക. ടൗണിൽ പാർക്ക് ചെയ്തിട്ട് ഒരു കമേഴ്സിനും അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷനിലൊക്കെ വണ്ടി കൂട്ടണൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ വലിയ വിഷയമാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 10 രൂപ എക്സ്ട്രാ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ പെട്ടെന്ന് ആടിനെ ചവിട്ടിയെടുത്തിരിക്കും. ചിലപ്പോൾ അങ്ങോട്ട് കയറ്റി നിർത്തിയിരിക്കും. പ്രൈവറ്റ് ബസ്സുകാരും ഓട്ടോറിക്ഷക്കാരും ഒക്കെയാണ് ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ പൈസയുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓടുന്നവരാണ്. ഓട്ടോറിക്ഷക്കാരെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു കയറി പോകും. പക്ഷെ നമ്മൾ അവരെ ശല്യപ്പെടുത്താറില്ല. കാരണം അയാളുടെ ജീവിതമാർഗമാണ് ഓട്ടോ കൊണ്ടും അയാൾ അതിനുവേണ്ടി പരക്കം പറിക്കണം. അത് നമുക്കറിയാം. അതുകൊണ്ടാണ് അയാളെ വഴക്ക് പറയാൻ കേസെടുക്കാത്തത്. എന്നാൽ അത് നിയമവിരുദ്ധമാണ്. എങ്കിലും ഇച്ചിരി സ്പീഡിൽ പോയി ഒരു ഓട്ടം കിട്ടിയാൽ 100 എക്സ്ട്രാ കിട്ടിയാൽ അയാളുടെ വീട്ടിലേക്ക് അരിമണിക്കാവുന്ന സമാധാനം പോലീസിൻ്റെ മനസ്സിലുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ അവരെ അത്രയും ചിലപ്പോൾ നോപ്പാങ്ങിനായിട്ട് ഇട്ടതിരിക്കും, ചിലപ്പോൾ അവർ ഇടയ്ക്കൂടെ തിക്കി കയറി പോയതിരിക്കും, അങ്ങനെ ചെയ്യാറുണ്ട്. അവിടെയെല്ലാം നമ്മളൊരു മാനുഷിക പരിഗണനയാണ് തന്നെ. അതുകൊണ്ട് ബസ്സുകൾ ഒരു കാരണവശാൽ ടൗണിൽ പാർക്ക് ചെയ്യാനോ നിർത്തിയിടാനോ സമ്മതിക്കത്തില്ല. ദയവ് നിങ്ങളത് ചെയ്യരുത്. അത് നിങ്ങളോടുള്ള റിക്വസ്റ്റാണ്. ഇനി നാളെ പോലെ അങ്ങനെ ഉണ്ടായാൽ അതിനെതിരെ നടപടി വരും. റിക്വസ്റ്റ് അല്ല, അത് കമാൻഡായിട്ട് വരും, നടപടിയായിട്ട് വരും. അത് നിങ്ങൾ അത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താണോ സൗകര്യം, ഏതാണ് ഇപ്പോൾ പുതിയ സ്റ്റാൻഡിൽ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിന് തത്തുല്യമായ വേറെ സംവിധാനങ്ങൾ അടുത്ത് ട്രാഫിക് തടസ്സമില്ലാതെ ഏർപ്പെടുത്തി നഗരസഭയിൽ ചേർന്ന് തീരുമാനിച്ചാൽ നമുക്കൊരു സന്തോഷമുള്ളൂ, ഒരു വിരോധമില്ല. എനിക്ക് യാതൊരു നിർബന്ധമില്ല, നിങ്ങൾ അവിടെ തന്നെ പോയി കിടക്കണം, പോലീസിന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ഗതാഗതം ട്രാഫിക് ബ്ലോക്ക് ആകരുത്. ബസ്സുകളുടെ രൂപത്തിൽ ഗതാഗതം തടസ്സപ്പെടാനോ ആക്സിഡന്റുകൾ ഉണ്ടാകാനോ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കുള്ള ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ പോലീസിനുള്ള ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ നമ്മൾ തയ്യാറാകത്തില്ല. എനിക്കിപ്പോൾ ഒരു സസ്പെൻഷൻ മേടിച്ചിട്ട് നിങ്ങളെ പരിപാലിക്കണമെന്ന് ഞാൻ നടക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെ നമ്മളെല്ലാവരും കൂട്ടായിട്ട് നിങ്ങളുടെ സജഷൻ എടുത്താൽ മതി, ഞാനിത് അക്സെപ്റ്റ് ചെയ്യും. ഒരു സമയം നിൽക്കാൻ നിങ്ങൾക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ സോ അതുകൊണ്ട് പിന്നെ ഡെയിലി ചെയ്ത് നല്ല അനുകൂലമായ തീരുമാനം എടുക്കുക. ട്രാഫിക് റോഡിൽ കണ്ടിട്ട് എനിക്കൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പുതിയ ശാലയിൽ പോവുക, റോഡിൽ വണ്ടികൾ ഇടാൻ നമ്മൾ അനുവദിക്കത്തില്ല. അത് വലിയ വിഷയം. ഈ 2 മിനിറ്റ് ഒന്നും പ്രായമല്ല. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കാര്യം പറയാം, പോലീസുകാരെ നമുക്ക് ഫുൾ ടൈം കൂടെ ഡ്യൂട്ടി ഉണ്ട്. നമുക്ക് ട്രാഫിക് പോലീസ് സംവിധാനമില്ല. നമുക്ക് ആകെ 45 പോലീസുകാരാണ്. അതിന് നൈറ്റ് ചെയ്യുന്ന ഒരു 10 പേരാണ്, പിന്നെ 35. പിന്നെ ഒരു എല്ലാ ദിവസവും 3-4 പേര് പറഞ്ഞിരിക്കും. പിന്നെ അപ്പോൾ ഒരു 31. പിന്നെ മെഡിക്കൽ അസുഖങ്ങളൊക്കെ ഉള്ള 3 പേര്, എല്ലാവരും 10-25 പോലീസുകാരുണ്ട്. അവരെ ഓരോ ദിവസം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓരോന്നും വന്ന് കയറുകയാണ്, പടപടാവിന് വന്ന് കയറുകയാണ്. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ട്രാഫിക് ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം ഇവിടെ ഇടാൻ പറ്റില്ല. എന്നാലും ഇപ്പോൾ ഇടുന്നുണ്ട്. അത് എക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ബസ്സുകാരെ നിയന്ത്രിക്കാൻ വേണ്ടി ട്രാഫിക്കിനെ ഇടുക എന്ന് പറഞ്ഞാൽ ബസ്സുകാർ നിയന്ത്രണമില്ലാത്തവരാണെന്നാണ് അറിയാം. ശരിയല്ലേ? അത് പറ്റില്ല. ബസ്സുകാർ നിയന്ത്രണമുള്ളവരാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോലീസിനെ ഇടേണ്ടതായില്ല. അപ്പം നമ്മളെല്ലാവരും ഭംഗിയായി നിർവഹിച്ചാൽ അത് നല്ല ഭംഗിയായിട്ട് പോകും, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ദയവീ അങ്ങനെ ഉണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം, നിങ്ങളുടെ മാറ്റം നിങ്ങൾ അംഗീകരിക്കണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത്. മറ്റെനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ